കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കരുതി വന്നേനും. അപ്പോൾ നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ 1000 കഴിഞ്ഞായിരുന്നു. പക്ഷേ വാച്ചിങ് ടൈം ഇല്ല, വാച്ചിങ് ടൈം കുറവാണ്. പിന്നെ വീഡിയോ കൂടുതലും ഞാൻ റീൽസാണ് ചെയ്യുന്നത്. റീൽസിൽ ഇപ്പം ആദ്യമൊക്കെ വാച്ചിങ് ടൈം ഉണ്ടായിരുന്നു ഒരുവിധം, റീൽസിൽ കുറഞ്ഞ് വരാനും. എങ്കിലും റീൽസ് ഒരുവിധം പേര് കാണുന്നുണ്ട്, ചാനൽ നല്ലതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ കമൻറ്റൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഡെയ്മ ലൈഫ് ഞാൻ ചെയ്യുന്ന ഡെയ്മ ലൈഫാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റാതെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് ലൈക്കും തരണം, കമൻറ്റും ഇടണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വയ്യാതെയൊക്കെ ആയി, അങ്ങനെയൊക്കെ. പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു, ഹസ്ബൻഡ് പോയി. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ സമയമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾ തുറക്കാറായി. അപ്പോൾ കറമ്പിക്കുട്ടിക്കും അപ്പൂനും കുട്ടൂനൊക്കെ സ്കൂൾ തുറക്കാറായി. അപ്പം നമ്മൾ സ്കൂള് തുറക്കാറായതുകൊണ്ട് നമ്മൾ അതിന് മുമ്പൊക്കെ തന്നെ പർച്ചേസൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ബാഗും കുടയും ബുക്കും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ രാജകുമാരി പോയാണ് വാങ്ങിച്ചത്. അപ്പോൾ രാജകുമാരിയിലൊക്കെ ആറ്റിങ്ങലൊക്കെ താമസിക്കുന്നവരായാലും രാജകുമാരിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബാഗിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയാണ് ബാഗും ബുക്കുകളൊക്കെ വാങ്ങിച്ചത്. ബുക്കിന് നോട്ട് ബുക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അധിക ദിവസം ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള തിരക്കുകളൊക്കെ കാരണമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ചേട്ടൻ പോയി 22-ാം തീയതി പോയത്. അപ്പം അങ്ങനെ കുറച്ചൊക്കെ തിരക്ക് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ റീൽസെങ്കിലും ഇടയ്ക്കിടയ്ക്ക്, പിന്നെ ഞാൻ വയ്യാതെയൊക്കെ ആയ സമയം കൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ കുറവ്. പിന്നെ റീൽസിനും അതേ കണക്ക് തന്നെ ഇപ്പം ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് 1Kയും 2K ഒക്കെ വന്നേന്. ഇപ്പം റീൽസിന് ഇത്തിരി കുറവാണ്. അപ്പം നിങ്ങൾ മുന്നോട്ട് നിങ്ങളെയൊക്കെ ഒരു എന്താ പറയുന്നത്, നിങ്ങളെയൊക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനും പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ പൂർണ്ണമായിട്ട് നിർത്താമെന്ന് കരുതിയാണ് ഇരുന്നത്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ആരും നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെ നമ്മൾ കരുതും. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇതിൽ യൂട്യൂബിലോട്ട് വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പം ഈ കുഞ്ഞു മക്കളെയൊക്കെ ഇട്ട് നമുക്ക് പുറത്തൊരു ജോലിക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ പല ടെൻഷനും പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിരുന്ന് നമ്മളൊരു ഇതാവണ്ടെന്ന് കരുതിയാണ് വീഡിയോ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇടാനൊക്കെ തുടങ്ങിയത്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മുമ്പോട്ട് വരണമെന്നും വീഡിയോകൾ ചെയ്യണമെന്നും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെയധികം നമുക്കത് മുമ്പോട്ട് വരാനായിട്ടൊരിത് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടും. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചാനലിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുക്കാനോ കുട്ടികളുടെ കാര്യത്തിനായാലും എന്തിനായാലും അപ്പം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചും, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ റീൽസ് ചെയ്തായാലും അല്ലെങ്കിൽ ഒക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്താലും, ഞാൻ വീഡിയോ ഡെയ്മ ലൈഫൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതിൽ കമൻറ്റ് കുറവാണ്. കമൻറ്റ് കുറവെന്ന് വെച്ചാൽ കമൻറ്റ് ആരും അങ്ങനെ ഇടാറില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമാണ്, ആരും കമൻറ്റ് ഇട്ടില്ലല്ലോ. ആരെങ്കിലും ഇപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു റീൽസ് ചെയ്തപ്പോൾ ആ റീൽസിൽ ആനയുടെ ഒരു ചിഹ്നം, ആനയെ കണക്കാണെന്നുള്ളൊരു രീതിയിൽ ഒരു ചിഹ്നം ഇട്ടായിരുന്നു. അപ്പം എനിക്കത് പല കമൻറ്റുകളും ഇങ്ങനെ വരും എന്ന് വെച്ചാൽ മുമ്പ് വന്നിട്ടുണ്ട്, ഇപ്പം അങ്ങനെ വരാറില്ലെങ്കിൽ ഈ കമൻറ്റ് വന്നപ്പോൾ എനിക്കതൊരു സങ്കടമായിട്ട് തോന്നില്ല. ആരെങ്കിലും ഇതൊരു കമൻറ്റ് ഇട്ടാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമേ തോന്നുള്ളൂ. പിന്നെ ഒരു ആനയുടെ ഒരു കണക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കണക്കെന്ന് പറഞ്ഞാൽ എനിക്കത്ര സങ്കടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കമൻറ്റ് ഇല്ലാതെ ഇരുന്നൊരു കമൻറ്റ് വീണപ്പം അതിൻ്റെ ഒരു ഹാപ്പി ആയാണ് ഞാൻ ഇരുന്നത്. കമൻറ്റ് ഇല്ലാതെ ഇരുന്നൊരു കമൻറ്റ് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മുതലും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പം നിങ്ങളൊരു അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടതും. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡെയ്മ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയ്മ ലൈഫ് ചെയ്യാൻ കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല.
ഈ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞാൽ പോലും അവർ പറയും അമ്മ വീഡിയോ ഒന്നും എടുക്കണ്ട, അമ്മ തനിച്ചെടുക്കും, അല്ലെങ്കിൽ ഒരു ദിവസം വല്ലതും എടുത്തു തരും, പിന്നെ അവർക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറ് മടിച്ചങ്ങിരിക്കും, ആരും എടുക്കാനില്ലല്ലോ. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു സ്റ്റാൻഡ് വേണം. അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ വീഡിയോ ഇടുന്നതിൽ താല്പര്യമാണ്, ഇടാൻ തന്നെ പറയണം. അപ്പം ഞാൻ പിന്നെ ഒരു സ്റ്റാൻഡ് നമ്മളാ മിസ്സോനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു ഒരു 100-600 രൂപ അടുപ്പിച്ചായി. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും, ഈ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്തത്. അപ്പം ഞാൻ കണ്ടിന്യൂ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടും. നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം, നിങ്ങളെയൊക്കെ സഹകരണയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. എനിക്ക് ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പം ഈ 2000 ആയെങ്കിലും ആരും എനിക്ക് ഞാൻ വീഡിയോ ഇടുന്നതിനും വാച്ചിങ് ടൈമും അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതിൽ കമൻറ്റും എല്ലാം കുറവാണ്. അപ്പം ഞാൻ വീഡിയോ റീൽസ് ചെയ്യുന്നതിൽ പിന്നെ നമുക്ക് ഇതെന്താ പറയുന്നത്, റീൽസ് ചെയ്യുന്നതിൽ പിന്നും കാണുന്നുണ്ട്. പക്ഷെ വീഡിയോ ചെയ്യുന്നതിൽ നമുക്ക് എന്ന് വെച്ചാൽ ആളെന്ന് പറയേ വീഡിയോ ചെയ്യുന്നതിൽ നമുക്ക് കുറവാണ്, ആരും കാണുന്നില്ല എന്നുള്ള, കുറച്ച് അത്യാവശ്യത്തിന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അത് എനിക്ക് ഒരു എന്താ പറയുന്നത്. അപ്പം ഞാൻ വീഡിയോ ഇത് ചാനലേ നിർത്തി, വീഡിയോ ഒക്കെ നിർത്തി ഇരിക്കാമെന്ന് കരുതി. വേണ്ട, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നൊക്കെ കരുതിയാണ് ഇരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെയൊക്കെ അഭിപ്രായവും കമൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. എന്നെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എൻ്റെ വീഡിയോയും കൂടെ കാണാനായിട്ട് നോക്കണം. പിന്നെ തെറ്റുകളൊക്കെ വരും, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ആദ്യമായിട്ട് ഇടുന്ന വീഡിയോയിലാണ്. അപ്പം മറ്റുള്ളവരെ കണക്കുള്ള എക്സ്പീരിയൻസും നമുക്ക് കാണത്തില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് തെറ്റുകളും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് മുമ്പോട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അങ്ങോട്ട് ഡേ മൈ ലൈഫ് ആണ് വേണ്ടുന്നെങ്കിൽ ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ കോമഡി വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കുന്ന രീതിയിൽ ഞാൻ ഇടാൻ തയ്യാറാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് മുമ്പോട്ട് വേണം. നിങ്ങളിടുന്ന കമൻറ്റാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് ഇനി വീഡിയോ ഇടാൻ തുടങ്ങും. അപ്പം ഓക്കെ, ബൈ.